ഹലോ, അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോഴേ അടുത്ത ഗിവ് അവേ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ആദ്യത്തെ ഗിവ് അവേ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് രണ്ടാമത്തെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുമോ ചേച്ചിയും ചോദിച്ചിട്ട് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ഗിവ് അവേ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഗിവ് അവേയിൽ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിലായിരിക്കും. കഴിഞ്ഞ ഗിവ് അവേയിൽ ഞാൻ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഗിവ് അവേയിൽ ഞാൻ ഗിഫ്റ്റ് ഒന്നും പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഫാമിലി മെമ്പർ ആയിരിക്കുന്നവരൊക്കെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് വരുന്നവരായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേയിൽ വന്നവരെല്ലാവരും ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട് വന്നവരാണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ എന്തോ പിന്നീടുള്ള വീഡിയോസിലൊന്നും അത്ര വലിയ റീച്ചൊന്നും കാണാത്തത് കൊണ്ട് എനിക്കൊരു ഡൗട്ടായി, എല്ലാവരും ഗിഫ്റ്റ് കണ്ടു വന്നവരാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിവ് അവേയിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗിവ് അവേ റൂൾസും അങ്ങനെയുള്ളതാണ്. ഈ ഒരു ഗിവ് അവേയിൽ നമ്മൾ 2 വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ വിന്നർക്കുള്ള റൂൾസ് എന്താണെന്ന് കേൾക്കാം. അപ്പോൾ റൂൾസ് എന്താണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൂൾ നമ്പർ 2, പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് അടിപൊളി ഒരു ക്രാഫ്റ്റ് ചെയ്യാം, എന്നിട്ട് അതെൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് അയച്ചു തരിക. അതിൽ നന്നായിട്ട് ആരാണോ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അവരായിരിക്കും നമ്മുടെ ഈ ഗിവ് അവേയിലെ വിന്നർ. ഇനി പിൻട്രസ്റ്റെന്നോ മറ്റോ ഫോട്ടോ ഒന്നും എടുത്ത് അയക്കാൻ വേണ്ടി നിൽക്കണ്ട, ഞാൻ പിടിക്കും. കാരണം പിൻട്രസ്റ്റൊക്കെ ഞാൻ ഡെയിലി സെർച്ച് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെയുള്ളത്, നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വച്ചോ. എങ്ങാനും നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചോദിക്കും. കാരണം നിങ്ങൾ ചെയ്തതാണ് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് വേണ്ടേ, അതുകൊണ്ട് ഞാൻ വീഡിയോ ചോദിക്കും. അതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചോ. പക്ഷേ എനിക്ക് സെൻഡ് ചെയ്യുമ്പോൾ ഫോട്ടോ മാത്രം സെൻഡ് ചെയ്താൽ മതി. അഥവാ വിന്നർ ആയിരിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുമ്പോൾ വീഡിയോ അയച്ചു തന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ റൂൾസ് ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ റൂൾസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആരുടെ കമൻറ്റിനാണോ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് അവരായിരിക്കും നമ്മുടെ സെക്കൻഡ് വിന്നർ. അപ്പോൾ റൂൾസൊക്കെ ക്ലിയർ ആണല്ലോ. അപ്പം വേഗം തന്നെ എല്ലാവരും ക്രാഫ്റ്റ് വർക്ക് തുടങ്ങിക്കോ. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഈ ഒരു ചാനലിൻ്റെ ബയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ 1000 സബ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെ ഈ ഒരു ഗിവ് അവേ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.